ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഹോം ബോണ്ട് എന്ന മൂവിയാണ്. വ്യത്യസ്ത മതത്തിൽപ്പെട്ട ഉറ്റ സുഹൃത്തുക്കളായ രണ്ട് കൂട്ടുകാർ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ചുറ്റുമുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും ഒരുപാട് അപമാനം നേരിടുന്നു. എന്നാൽ തങ്ങൾക്ക് കുറച്ച് ബഹുമാനം കിട്ടാൻ വേണ്ടിയിട്ട് അവർ പോലീസ് ഓഫീസർ ആകാൻ ഇറങ്ങിത്തിരിക്കുന്നു. എന്നാൽ അവരുടെ സ്വപ്നങ്ങളിലേക്ക് അവർക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ടായിരുന്നു. അതിനിടെ അവർ സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി. മൂവിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കഥയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ചന്ദൻ എന്നും ഷൊയ്ബ് എന്നും പറയുന്ന ഒറ്റ സുഹൃത്തുക്കളായ രണ്ടുപേർ പോലീസ് റിക്രൂട്ട്മെന്റ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രെയിൻ കയറാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നതാണ്. എന്നാൽ അവിടെ എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ തിരക്ക് കണ്ടിട്ട് ചന്ദൻ പറയുന്നുണ്ട്, വെറുതെ എക്സാം എഴുതാൻ പോയിട്ടൊന്നും ഒരു കാര്യമില്ലാന്ന് തോന്നുന്നു, നമുക്ക് തിരിച്ചു പോകാമെന്ന്. എന്നാൽ ഷൊയ്ബാണ് അവനെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ടിക്കറ്റ് എടുക്കാൻ ഷൊയ്ബ് പോയ നേരത്ത് ചന്ദനാകട്ടെ അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം കണ്ടെത്തുന്നു. അവന്റെ അടുത്തായിട്ട് സുധ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇരിപ്പുണ്ടായിരുന്നു. അവന് വല്ലാതെ ദാഹിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കി അവൾ അവന് വെള്ളം കൊടുക്കുന്നു. അങ്ങനെ പരസ്പരം പരിചയപ്പെടുന്ന സമയത്ത് ചന്ദനോട് അവൾ പേര് ചോദിക്കുമ്പോൾ അവന്റെ പൂർണ്ണമായിട്ടുള്ള പേര് പറയാൻ നാണക്കേട് തോന്നുന്നു. കാരണം അവൻ താഴ്ന്ന ജാതിയിൽ പെട്ടതായിരുന്നു. എന്നാൽ അവന്റെ പേര് കേട്ട് കഴിഞ്ഞപ്പോൾ അവൾക്കൊന്നും തോന്നിയില്ല. അവളും തന്റെ പേര് പറയുന്നു. കാരണം അവളും അവനെ പോലെ കുറച്ച് താഴ്ന്ന ജാതിയിൽ പെട്ടത് തന്നെയായിരുന്നു. SC/ST വിഭാഗത്തിൽ പെടുന്നത് കൊണ്ട് തന്നെ അവന് പലപ്പോഴും ഉയർന്ന ജാതിയിലുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് അവഗണനയും കുറ്റപ്പെടുത്തലുകളും ഒക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അത് കാരണം പലയിടങ്ങളിലും അവനവന്റെ പൂർണ്ണമായിട്ടുള്ള പേര് പറയാറില്ലായിരുന്നു. അവന്റെ സെക്കൻഡ് നെയിം വെച്ചിട്ട് അവൻ ഏത് ജാതിയാണെന്ന് പലർക്കും മനസ്സിലാക്കാൻ പറ്റും. എന്താണെങ്കിലും അവര് കഷ്ടപ്പെട്ട് ട്രെയിൻ കയറി എക്സാം എഴുതി. ദിവസങ്ങൾ കടന്നുപോയിട്ടും എക്സാമിന്റെ റിസൾട്ടുകൾ വന്നില്ല. അവരിടയ്ക്കിടയ്ക്ക് എക്സാം സെന്ററുകളിലേക്ക് വിളിച്ചു ചോദിക്കുമായിരുന്നു റിസൾട്ട് എന്ന് പുറത്തു വരുമെന്ന്. എന്നാൽ കുറച്ച് ടൈം എടുക്കുമെന്നാണ് എല്ലായിടത്തു നിന്നും അവർക്ക് മറുപടി കിട്ടിയത്. ഷൊയ്ബൻ തനിക്ക് അറിയാവുന്ന ഒരു പോലീസ് ഓഫീസറിനോട് പോയി ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ അയാളും പറയുന്നുണ്ട് ഇതിനൊക്കെ കുറെ ടൈം എടുക്കുമെന്ന്. ഇവർക്ക് രണ്ടുപേർക്കും ജോലി ഉണ്ടായിരുന്നില്ല. ഷൊയ്ബനാകട്ടെ അവന്റെ വീട്ടിൽ നിന്നും നല്ല പ്രഷർ ഉണ്ടായിരുന്നു ദുബായിൽ പോയി ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ നാട്ടിൽ തന്നെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. ഇവർക്ക് രണ്ടുപേർക്കും സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളിൽ നിന്നും ആൾക്കാരുടെ ബഹുമാനം പിടിച്ചുപറ്റണമെങ്കിൽ പോലീസ് കോൺസ്റ്റബിളിന്റെ ജോലിയെങ്കിലും നേടിയെടുക്കണം എന്നതായിരുന്നു ലക്ഷ്യം. ചന്ദന്റെ വീട്ടിലും ഷോയ്ബിന്റെ വീട്ടിലും വളരെയധികം കഷ്ടപ്പാടുകളുണ്ട്. ചന്ദന്റെ അച്ഛനും അമ്മയും കെട്ടിടം പണിയാണ് ചെയ്യുന്നത്. അമ്മയുടെ കാല് മുഴുവൻ എപ്പോഴും വരണ്ട് കയറിയിരിക്കും. അത് കാരണം അവൻ ഓയിൽമെന്റ് ഇടാൻ നിർബന്ധിക്കുമായിരുന്നു. എന്നാൽ തനിക്ക് ഇതൊക്കെ ശീലമാണെന്നാണ് അവര് പറയുന്നത്. ഷോയ്ബിന്റെ അച്ഛനാകട്ടെ മുട്ടുവേദനയുള്ളത് കാരണം ഇപ്പൊ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. എന്താണെങ്കിലും എക്സാമിന്റെ റിസൾട്ട് വരുന്നിടം വരെ അവനൊരു വാട്ടർ പ്യൂരിഫയർ കമ്പനിയിൽ പ്യൂണായിട്ടുള്ള ജോലിക്ക് പോകട്ടെ എന്നാണ് അയാൾ പറയുന്നത്. ചന്ദന്റെ കയ്യിൽ നിന്നും നല്ലൊരു ഷർട്ടും വാങ്ങി രാവിലെ തന്നെ ഷൊയ്ബ് ആ ജോലിക്ക് ചേരാൻ പോകുന്നു. അവന്റെ ആദ്യത്തെ ദിവസം തന്നെ അവൻ അവിടെയുള്ള എല്ലാവരെയും പരിചയപ്പെടുത്തുന്നുണ്ട്. ത്രിപാഠി എന്ന് പറയുന്ന ആള് അവനോട് സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. ജോയിനിങ് ചെയ്യുന്ന എല്ലാവരും ആധാർ കാർഡ് സബ്മിറ്റ് ചെയ്യണമായിരുന്നു. അതിനു വേണ്ടിയിട്ട് മിശ്രയുടെ അടുത്തേക്ക് ത്രിപാഠി അവനെ പറഞ്ഞു വിടുന്നു. എന്നാൽ മിശ്രയ്ക്കാകട്ടെ ഇവനൊരു മുസ്ലിം യുവാവാണെന്ന് അറിഞ്ഞപ്പോൾ അവനോട് വേറൊരു രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു. തന്റെ ബോട്ടിൽ നീ വെള്ളം നിറച്ചുകൊണ്ട് വെക്കേണ്ടതെന്നും നിന്റെ അച്ഛന്റെ അമ്മയുടെ ആധാർ കാർഡ് കൊണ്ടുവരണമെന്നും അവനോട് പറയുന്നു. തന്റെ മതത്തിന്റെ പേരിൽ മറ്റു മതക്കാരുടെ ഇടയിൽ അവന് പലപ്പോഴും അവഗണന നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവന്റെ മാത്രം അച്ഛന്റെ അമ്മയുടെ ആധാർ കാർഡ് കൊണ്ടുവരാൻ പറഞ്ഞതും അവന് ഇഷ്ടപ്പെട്ടില്ല. ഇവരൊക്കെ തങ്ങളോട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് അവന്റെ വീട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇവിടെ ചന്ദനാകട്ടെ സുധയുമായിട്ട് നിരന്തരം ഫോണിൽ സംസാരിക്കും. അവർ തമ്മിൽ ചെറിയൊരു റിലേഷൻഷിപ്പും ഉണ്ട്. രണ്ടുപേരും എങ്ങനെയെങ്കിലും കോൺസ്റ്റബിൾ ജോലിയിൽ കയറണമെന്നൊരു ചിന്തയിലായിരുന്നു. ഇടയ്ക്ക് ഇവർ രണ്ടുപേരും ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന സമയത്ത് ചന്ദനോട് മറ്റു പയ്യന്മാര് പറയുമായിരുന്നു, നീ നിന്റെ ആൾക്കാരുടെ കൂടെ പോയി കളിച്ചാൽ മതി, ഞങ്ങളുടെ കൂടെ കളിക്കേണ്ട എന്ന്. ജാതിയുടെ പേരിൽ ആ പയ്യന്മാര് പോലും അവനെ കൂടെ കളിപ്പിക്കലായിരുന്നു. ഇതെല്ലാം മാറി തങ്ങളോട് ആർക്കെങ്കിലും കുറച്ച് റെസ്പെക്ട് തോന്നണമെങ്കിൽ ആ പോലീസ് യൂണിഫോം അണിയണമെന്ന് തന്നെയായിരുന്നു അവരുടെ മനസ്സിൽ. തന്റെ ജാതി പുറത്തറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ പല ഫോം പൂരിപ്പിക്കുമ്പോഴും അതിലെല്ലാം തന്നെ ജനറൽ കാറ്റഗറി എന്നാണ് ടിക്ക് ഇടുന്നത്. എക്സാമിന്റെ റിസൾട്ടിനെ പറ്റി ചോദിക്കാൻ ഓഫീസിൽ ചെന്നപ്പോഴും അയാൾ അവനോട് ചോദിക്കുന്നത് നീ ഏത് കാറ്റഗറി ആണെന്നാണ്. താൻ SC/ST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ തന്നോട് മോശമായിട്ട് പെരുമാറുമെന്ന് കരുതിയിട്ട് അവൻ എപ്പോഴും ജനറൽ എന്ന് പറയും. എന്നാൽ ഷോയ്ബ് എപ്പോഴും അവനോട് പറയുമായിരുന്നു, നീ ഇങ്ങനെ കള്ളം പറയേണ്ട കാര്യമില്ല, ഉള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ. എന്നാൽ അവൻ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും എന്നെ കളിയാക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എന്നെ അപമാനിക്കും. അതുകൊണ്ടാണ് ഞാൻ SC/ST ആണെന്ന് എല്ലാവരോടും പറയാത്തത്. എന്നാൽ സുധയെ കാണുന്ന ടൈമിൽ അവൾ അവനോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ കള്ളമൊന്നും പറയേണ്ട കാര്യമില്ലാന്ന്. പോലീസ് ഓഫീസർ തന്നെ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. നീ നന്നായിട്ട് പഠിച്ച് ഒരു ഗ്രാജുവേഷനോ ഒരു PhD ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിനക്ക് ബഹുമാനം കിട്ടും. എന്റെ ലക്ഷ്യം അതാണ്. ഞാൻ നന്നായിട്ട് പഠിച്ച് ഗ്രാജുവേഷനും നേടി PhD എടുക്കും. ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ബഹുമാനം തോന്നും. നീ പോലീസ് കോൺസ്റ്റബിൾ ആകാൻ പോയി കഴിഞ്ഞാൽ ഗ്രാജുവേഷൻ ഒന്നും ഇല്ലാതെയല്ലേ പോകുന്നത്. വലിയ പ്രൊമോഷൻ ഒന്നും നിനക്ക് കിട്ടില്ല. അതുകൊണ്ട് കോളേജിൽ പഠിച്ച് ഒരു ഗ്രാജുവേഷൻ എടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണെന്ന് അവള് പറയുന്നു. അവള് പറയുന്ന കേട്ടപ്പോ അവനും അത് നല്ലതാണെന്ന് തോന്നി. അതുകൊണ്ട് അവളുടെ കൂടെ അവളുടെ ജൂനിയർ ആയിട്ട് അവൾ പഠിക്കുന്ന കോളേജിൽ തന്നെ ചേരാൻ ചന്ദൻ തീരുമാനിക്കുന്നു. എന്നാൽ കോളേജിൽ പോയി അഡ്മിഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോഴും അവൻ ജനറൽ കാറ്റഗറി എന്നാണ് ടിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോഴും ആ ഒരു ധൈര്യം അവന് വന്നിട്ടുണ്ടായിരുന്നില്ല SC/ST എന്ന് ടിക്ക് ചെയ്ത് കൊടുക്കാൻ. ചന്ദന്റെ വീട്ടില് അച്ഛനും അമ്മയും അവന്റെ ചേച്ചിയും ജോലിക്ക് പോകുന്നുണ്ട്. അവന്റെ ചേച്ചി സ്കൂൾ കുട്ടികളുടെ ആയായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവർ ടോയ്ലറ്റിൽ പോകുമ്പോൾ അവരെ കഴിയിക്കുന്നതും ആഹാരം കഴിച്ചു കഴിയുമ്പോൾ കുട്ടികളുടെ കൈ കഴിക്കുന്നതും ഒക്കെയായിരുന്നു അവരുടെ ജോലി. ചന്ദൻ കോളേജിലേക്ക് പോയി തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും കാശിന്റെ ആവശ്യം അവർക്ക് വേണ്ടി വരും. അതുകൊണ്ട് കൂടുതൽ നേരം പണിയെടുക്കാൻ ഇവരെല്ലാവരും തീരുമാനിക്കുന്നു. പക്ഷേ ചന്ദന്റെ ചേച്ചി വൈശാലിക്ക് അതിലൊരുപാട് വിഷമം ഉണ്ടായിരുന്നു. തന്റെ അനിയനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും
എല്ലാവരും കഷ്ടപ്പെടുന്നു. അവൾക്ക് അവളുടെ പഠനം പൂർത്തിയാക്കാൻ പോലും പറ്റിയിട്ടില്ല. അവൾക്കും കോളേജിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ആൺകുട്ടിയായ ചന്ദന് വേണ്ടിയിട്ട് അവൾക്ക് അവളുടെ സ്വപ്നങ്ങളെല്ലാം മാറ്റിവെച്ച് ചെറുപ്രായത്തിൽ തന്നെ ജോലിക്ക് കയറേണ്ടി വന്നു. ഇവിടെ ഒരു ദിവസം ത്രിപാഠിയും ഒരു സെയിൽസ്മാനും ഷോയിബും ഒരു കസ്റ്റമറിന്റെ അടുത്തേക്ക് അവരുടെ പ്യൂരിഫയർ വിൽക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. എന്നാൽ സെയിൽസ്മാൻ പറയുന്ന വാക്കുകളൊന്നും കേട്ടിട്ട് ആ കസ്റ്റമർ അത് വാങ്ങാൻ കൂട്ടാക്കിയില്ല. പക്ഷെ ഷോയിബ് അവിടെ സംസാരിക്കുന്നുണ്ട്. അവിടെ അവർ കഴിച്ചുകൊണ്ടിരുന്ന മെഡിസിൻ എല്ലാം വെച്ച് നോക്കിയിട്ട് അവൻ പറയുന്നുണ്ട്, നിങ്ങൾ ഈ പ്യൂരിഫയർ വാങ്ങി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന പല അസുഖങ്ങളും മാറും. ഇങ്ങനെ ഗുളികകൾ കഴിക്കേണ്ടി വരത്തില്ല. അതുപോലെ നിങ്ങൾ തിളപ്പിച്ച വെള്ളമാണ് കുടിക്കുന്നതെങ്കിൽ പോലും അതിന് ഗ്യാസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറെ കാശ് കളയേണ്ടി വരും. പ്യൂരിഫയർ വെക്കുകയാണെങ്കിൽ ആ കാശ് ലാഭിക്കാം. അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് അവൻ ആ കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്യുന്നു. ഇത് കണ്ടപ്പോൾ ത്രിപാഠിക്കും സന്തോഷം തോന്നി. കാരണം അവന്റെ ഉള്ളിൽ ഒരു സെയിൽസ്മാൻ ആകേണ്ട എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ടായിരുന്നു. പക്ഷെ അവനൊരു ഗ്രാജുവേറ്റ് അല്ല. അതുകൊണ്ട് കമ്പനി പോളിസി വെച്ചിട്ട് അവന് സെയിൽസ്മാൻ ആകാൻ പറ്റില്ല. എന്നാൽ ഇയാൾ സ്പെഷ്യലായിട്ട് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ അവന് സെയിൽസ്മാൻ ആകാമെന്ന് ത്രിപാഠി പറയുന്നു. കാരണം ഗ്രാജുവേഷനെക്കാളും സെയിൽസ്മാന് കസ്റ്റമേഴ്സിനെ ഇംപ്രസ് ചെയ്ത് അവരെ കൊണ്ടത് വാങ്ങിപ്പിക്കാനുള്ള കഴിവാണ് വേണ്ടത്. അത് അവനുണ്ട്. അതിനെപ്പറ്റി അവനോട് സംസാരിക്കുമ്പോൾ ഷോയിബ് പറയുന്നുണ്ട്, എനിക്ക് സെയിൽസ്മാൻ ഒന്നും ആകണ്ട, ഉടനെ ഞാൻ പോലീസിലേക്ക് ജോയിൻ ചെയ്യും, ഞാൻ എക്സാം ഒക്കെ എഴുതിയിട്ട് നിൽക്കുകയാണെന്ന്. അവന്റെ സ്വപ്നം അതാണെന്ന് പറയുമ്പോൾ ത്രിപാഠി പിന്നെ അവനെ ഒന്നിനെ നിർബന്ധിക്കാൻ നിന്നില്ല. ചന്ദൻ കോളേജിലേക്ക് ചേർന്നതിന്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു. ഷോയിബാണ് അവനെ കൊണ്ടുവിടുന്നത്. ബുക്കുകളെല്ലാം വാങ്ങിക്കാൻ നോക്കുമ്പോൾ അതിനൊക്കെ നല്ല വിലയായത് കാരണം സുധ അവന് അവളുടെ പഴയ ബുക്കുകളെല്ലാം കൊണ്ടുകൊടുക്കുന്നു. പിന്നീടടിക്ക് ചന്ദൻ സുധയുടെ വീട്ടിൽ വരികയും അവന് മനസ്സിലാകാത്ത കാര്യങ്ങളെല്ലാം തന്നെ അവൾ അവന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം അവർക്കിടയിലെ പ്രണയവും കൂടി വന്നു. ചന്ദന്റെ വീട്ടിലെ ഷോയിബിനും ഷോയിബിന്റെ വീട്ടിലെ ചന്ദനും പൂർണ്ണ സ്വാതന്ത്ര്യമായിരുന്നു. ഈദിന്റെ അന്ന് ചന്ദൻ എപ്പോഴും ഷോയിബിന്റെ വീട്ടില് ബിരിയാണി കഴിക്കാൻ വരും. അവന് ബിരിയാണി അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ അവർ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദന്റെ ഫോണിലേക്ക് മെസ്സേജ് വരുന്നു, റിസൾട്ട് വന്നു എന്ന് പറഞ്ഞിട്ട്. അവർ രണ്ടുപേരും കൂടി കഫേയിൽ പോയി റിസൾട്ട് നോക്കുമ്പോൾ ചന്ദൻ പാസ്സായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഷോയിബ് പാസ്സായില്ല. അതോടെ അവൻ ആകെ തകർന്നുപോയി. രണ്ടുപേരുടെയും വീട്ടുകാർ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഇരുന്നത്. ചന്ദന്റെ വീട്ടുകാർ ഇതറിഞ്ഞപ്പോൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു. എന്നാൽ അവന്റെ ചേച്ചി വൈശാലി ചോദിക്കുന്നുണ്ട്, അപ്പൊ ഇനി നീ കോളേജിലേക്ക് പോകുന്നില്ലേ എന്ന്. പോലീസാകാൻ പോകുന്ന ഞാൻ എന്തിനാ ഇനി കോളേജിലേക്ക് പോകുന്നതെന്ന് അവൻ ചോദിക്കുന്നു. വൈശാലിക്ക് അത് കേട്ടപ്പോൾ സങ്കടം തോന്നി. കാരണം അവനെ കോളേജിൽ ചേർക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവനിപ്പോ കോളേജിൽ പോകുന്നില്ല എന്ന് പറയുന്നു. അവൾക്കാകട്ടെ കോളേജിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊട്ട് നടക്കുന്നുമില്ല. ഷോയിബിന്റെ വീട്ടുകാർ അവൻ പാസ്സായില്ലെന്ന് അറിഞ്ഞതോടുകൂടി ആകെ സങ്കടത്തിലായി. വീട്ടിലെത്തിയ അവൻ ബുക്കുകളെല്ലാം തന്നെ വാരി എറിയാൻ തുടങ്ങി. പിറ്റേന്ന് ഓഫീസിലെത്തിയിട്ടും അവന് ജോലിയൊന്നും തന്നെ ചെയ്യാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ചന്ദൻ അവനെ കോൾ ചെയ്യുമ്പോഴും അവൻ പലപ്പോഴും ഫോൺ എടുത്തില്ല. ഒരു തവണ എന്താന്ന് ചോദിച്ചിട്ട് അവൻ ദേഷ്യത്തോടെ അവനോട് സംസാരിക്കുമ്പോൾ ചന്ദൻ പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട, റെയിൽവേ എക്സാമിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്സാമിനോ നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന്. എന്നാൽ ഷോയിബ് പറയുന്നുണ്ട്, അതിനെല്ലാം തന്നെ തന്റെ ഏജ് ഓവറായി, ഇനി അതൊന്നും പറ്റില്ല, നീ പാസ്സായില്ലേ, നീ ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന്. ചന്ദൻ പാസ്സാവുകയും താൻ പാസ്സാകാതിരിക്കുകയും ചെയ്തത് കാരണം ഷോയിബിനൊരു വിഷമം ഉണ്ടായിരുന്നു. അത് കാരണം ചന്ദൻ വിളിക്കുമ്പോഴും തന്നെ അവൻ ഫോൺ എടുത്തതുമില്ല, അവനോട് ദേഷ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നു. അതിന്റെ കൂടെ ഷോയിബിന്റെ അച്ഛന് മുട്ടിന് വല്ലാതെ വേദന വരികയും ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുമ്പോൾ അയാൾ റിക്കവർ ആകാനുള്ള ചാൻസ് കുറവാണ്, ആകെയുള്ള മാർഗം മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമാണെന്ന് പറയുകയും ചെയ്തു. അതിന് 2 ലക്ഷം രൂപയെങ്കിലും ചെലവ് വരുമായിരുന്നു. അല്ലാതെ അയാൾക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. എന്നാൽ പ്യൂൺ ജോലിയിൽ നിന്നും ഷോയിബിന് കിട്ടുന്ന കാശ് വെച്ചിട്ട് ഇതൊന്നും നടക്കില്ല എന്ന് അവന്റെ വീട്ടുകാർ പറയുമ്പോൾ അവൻ പറയുന്നുണ്ട്, താൻ ജോലിയിൽ പ്രൊമോഷന് വേണ്ടിയിട്ട് ശ്രമിക്കാമെന്ന്. ത്രിപാഠി അവനോട് നേരത്തെ പറഞ്ഞ സെയിൽസ്മാന്റെ ജോലിയിലേക്ക് അവന് കയറണമെന്ന ആഗ്രഹം തോന്നി. ഇനി എന്തായാലും പോലീസ് ജോലി കിട്ടില്ലല്ലോ. അവൻ ത്രിപാഠിയോട് അതിനെപ്പറ്റി സംസാരിക്കുന്നു. ത്രിപാഠി തന്റെ മാനേജറിനോട് അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, കമ്പനിക്ക് ഒരു പോളിസി ഉണ്ട്, ഗ്രാജുവേഷൻ ഉള്ള ആൾക്കാരെ മാത്രമേ സെയിൽസ്മാൻ ആക്കാൻ പറ്റുമെന്ന്. അവന് കഴിവുണ്ടെങ്കിലും ഗ്രാജുവേഷൻ ഇല്ലാത്ത കാരണം അതൊന്നും നടക്കില്ല എന്ന്. അതോടെ ഷോയിബ് ശരിക്കും തകർന്നുപോയി. അന്ന് വൈകുന്നേരം ചന്ദൻ വിളിച്ചിട്ട് അവൻ ചന്ദനെ കാണാൻ പോകുന്നു. ഷോയിബിനോട് ചന്ദൻ പറയുന്നുണ്ട്, നീ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ, രണ്ടുപേരിൽ ഒരാൾക്കെങ്കിലും എക്സാം പാസ്സാകാൻ പറ്റിയില്ലേ എന്ന്. ചന്ദൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് ഷോയിബിന് ദേഷ്യമാണ് വരുന്നത്. എന്നാൽ നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? എനിക്ക് എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റി, നിനക്ക് എഴുതാൻ പറ്റിയില്ല, അതിന് ഞാനെന്ത് തെറ്റ് ചെയ്തു എന്ന്. അവൻ അങ്ങനെ പറഞ്ഞത് ഷോയിബിന് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ നിർബന്ധിച്ചിട്ടാ നീ എക്സാം തന്നെ എഴുതാൻ പോയതെന്ന് അവൻ പറയുന്നു. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ വഴക്കായി പരസ്പരം അടിക്കുകയും ചെയ്യുന്നു. ഇനി നീയുമായിട്ട് ഒരു ബന്ധുവില്ലെന്ന് പറഞ്ഞിട്ട് ഷോയിബ് പോയി. അതുപോലെ തന്നെ ചന്ദനം പറയുന്നുണ്ട്, ഇനി നിന്റെ അടുത്തേക്ക് ഞാനും വരില്ല എന്ന്. ചന്ദൻ അതിനിടയ്ക്ക് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവൻ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടുമെന്നാണ് അവിടെ നിന്നും അറിയിപ്പ് കിട്ടിയത്. ഇതിനിടയ്ക്ക് ഷോയിബിന്റെ അച്ഛന് മുട്ടിന് വല്ലാതെ വേദന കൂടാൻ തുടങ്ങി. എത്രയും പെട്ടെന്ന് സർജറി ചെയ്തെങ്കിലേ പറ്റൂ. എന്നാൽ അവന്റെ കയ്യിൽ കാശുമില്ല. ഒരു ദിവസം അവൻ അതിരാവിലെ കമ്പനിയിൽ വന്നിട്ട് അവിടെ നിന്നും കുറെ പ്യൂരിഫയർ എടുത്തുകൊണ്ട് പോകുന്നു. കമ്പനിയിൽ ആരും തന്നെ അറിയാതെയായിരുന്നു അവനത് ചെയ്തത്. എന്നാൽ രാവിലെ സ്റ്റോക്കിൽ കുറവ് കാണുകയും ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ അവനാണ് എടുത്തുകൊണ്ട് പോയതെന്ന് മനസ്സിലാക്കുകയും ചെയ്ത മാനേജർ ആകട്ടെ ത്രിപാഠിയോട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നു. അവൻ കള്ളനാണെന്നും അവൻ ഇവിടെ നിന്ന് സാധനം അടിച്ചു മാറ്റിക്കൊണ്ടു പോയതാണെന്നും മിശ്രയും പറയുന്നു. അവനെ വിളിച്ചിട്ട് ഫോൺ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അവരെല്ലാവരും ആകെ ടെൻഷനിലായി. എന്നാൽ ആ സമയം ഷോയിബ് അവിടേക്ക് വരുന്നു. നീ എന്തിനാണ് പറയാതെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ എടുത്തുകൊണ്ടുപോയ 4 സാധനങ്ങൾ ഞാൻ വിറ്റു, ഇനി ഒരു 4 സാധനത്തിന്റെ ഓർഡർ കൂടി ഞാൻ എടുത്തിട്ടുണ്ടെന്ന്. അത് കേട്ട് ശരിക്കും അവർ ഞെട്ടിപ്പോയി. ഇന്നേവർ അവിടുത്തെ ഒരു സെയിൽസ്മാനും ഒരു ദിവസം 8 എണ്ണത്തിന്റെ ഓർഡർ ഒന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് ആർക്കും സാധിക്കാത്തതാണ് ഷോയിബ് സാധിച്ചത്. അതോടുകൂടി ആ മാനേജർ പറയുന്നുണ്ട്, നീ ചെയ്തത് തെറ്റാണെങ്കിലും നിന്റെ ഉദ്ദേശം ശരിയായിരുന്നതുകൊണ്ട് സെയിൽസ്മാൻ പോസ്റ്റിലേക്ക് നിന്നെ പ്രൊമോട്ട് ചെയ്യാം, അതുകൊണ്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണമെന്ന്. അങ്ങനെ അവൻ അവിടുത്തെ പ്യൂൺ ജോലിയും അതിന്റെ കൂടെ സെയിൽസ്മാൻ പോസ്റ്റിലേക്കുള്ള ട്രെയിനിങ്ങും കണ്ടിന്യൂ ചെയ്തു. ഇതൊന്നും മിശ്രയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല.
ചന്ദന്റെ വീട്ടിലാകട്ടെ കാശിന്റെ ആവശ്യം കൂടി വരുന്നത് കാരണം സ്കൂൾക്കുട്ടികൾക്ക് ആഹാരം വെച്ചു കൊടുക്കുന്ന ജോലിയിലേക്ക് വൈശാലി പറഞ്ഞ പ്രകാരം അവിടുത്തെ പ്രിൻസിപ്പള് ചന്ദന്റെ വൈശാലിയുടെ അമ്മയെ നിയമിച്ചു. താഴ്ന്ന ജാതിയിൽപ്പെട്ട അവര് ആഹാരം വെച്ചു കൊടുക്കുന്നത് ഇഷ്ടപ്പെടുവെന്ന് അവർക്ക് പേടിയുണ്ടായിരുന്നു. എന്നാൽ ആ പ്രിൻസിപ്പലിന് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. തനിക്കും ആഹാരം വിളമ്പാനാണ് അയാൾ ആവശ്യപ്പെടുന്നത്. അവരുടെ അച്ഛനും ചെയ്യുന്ന ജോലി കൂടാതെ സൂറത്തിലേക്ക് തുണിയും മറ്റും കൊണ്ടു കൊടുക്കുന്ന ഒരു ജോലി കൂടി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് നല്ലൊരു വീട്ടിലേക്ക് അവർക്ക് മാറണം. അതിനു വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും എക്സ്ട്രാ ജോലി ചെയ്യാൻ തുടങ്ങിയത്. കാരണം അവരുടെ വീടെല്ലാം തന്നെ ചോന്നൊലിക്കുന്നുണ്ടായിരുന്നു. വീട്ടിലുള്ള ബാക്കി 3 അംഗങ്ങളും ചെയ്യുന്ന ജോലി കൂടാതെ വീണ്ടും ജോലി ചെയ്യുന്നു. ചന്ദനാകട്ടെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് പലതവണ സുധാവനെ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ അവൾ പറയുന്നുണ്ട് തന്റെ ചേച്ചിയുടെ കല്യാണമോ അതിനെങ്കിലും വരാൻ. അവൻ ആ കല്യാണം അറ്റൻഡ് ചെയ്യാൻ വന്നു കഴിഞ്ഞപ്പോൾ അവൾ അവനോട് സംസാരിക്കുന്നു. നീ കോളേജിലേക്ക് വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് എനിക്ക് പോലീസ് ജോലി ഉടനെ കിട്ടും, ഞാൻ ഇനി വരുന്നില്ല എന്ന്. എന്നാൽ അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പഠനം നീ നിർത്താൻ പാടില്ല എന്നാണ് അവൾ പറയുന്നത്. തന്റെ അച്ഛൻ ലൈൻമാൻ ആയിരുന്നു. റിട്ടയർഡ് ആകാൻ പോകുന്നതും അങ്ങനെ തന്നെയാണ്. ഗ്രാജുവേഷൻ ഇല്ലാത്തതുകൊണ്ട് അച്ഛന് ഒരു പ്രൊമോഷനും കിട്ടിയില്ല. അതുകൊണ്ട് നീ ഗ്രാജുവേറ്റ് ആകാതെ പോലീസ് ജോലിക്ക് കയറി കഴിഞ്ഞാൽ നിനക്ക് പ്രൊമോഷൻ ഒന്നും കിട്ടാൻ പോകുന്നില്ല. നീ അറ്റ്ലീസ്റ്റ് ഗ്രാജുവേറ്റ് എങ്കിലും ആയിക്കഴിഞ്ഞാൽ നീ പറയുന്നതിനേക്കാൾ കൂടുതൽ ബഹുമാനം ആൾക്കാരിൽ നിന്ന് കിട്ടും. എന്നാൽ ചന്ദൻ അതൊന്നും കേട്ടില്ല. താൻ ഇനി കോളേജിൽ വരുന്നില്ല എന്ന് തന്നെയാണ് അവൻ പറയുന്നത്. അതിന്റെ പേരിൽ അവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നു. പിന്നീട് കുറെ നാളത്തേക്ക് അവർ കോണ്ടാക്ട് ചെയ്തതുമില്ല. ഷോയിബിന് സെയിൽസ്മാൻ ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയുള്ളത് കൊണ്ട് തന്നെ അവന്റെ ഉപ്പയുടെ സർജറി ചെയ്യാൻ അവർ തീരുമാനിക്കുന്നു. ആദ്യം കുറച്ച് തുക കൊടുത്തിട്ട് ബാക്കി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ചാൽ മതിയായിരുന്നു. അതിനുള്ള പേപ്പറെല്ലാം തന്നെ അവർ ശരിയാക്കി. ചന്ദൻ തന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടാത്ത കാരണം ഓഫീസുകൾ കയറി ഇറങ്ങുകയായിരുന്നു. അവിടുത്തെ ഒരു പ്യൂൺ അവനോട് പറയുന്നുണ്ട് അതിന്റെ ലെറ്റർ ഇനി ഉടനെയൊന്നും വരാൻ പോകുന്നില്ല, അതെന്തോ ഹോൾഡിലാണ്, അത് വരാൻ മിക്കവാറും ഒരു വർഷമെങ്കിലും എടുക്കുമെന്ന്. ചന്ദന്റെ പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ടു. അവൻ എത്രയും പെട്ടെന്ന് ജോലി ആവശ്യമായിരുന്നു. അതിനിടയ്ക്ക് അവന്റെ അമ്മ ജോലി ചെയ്തിരുന്ന സ്കൂളിൽ രക്ഷകർത്താക്കൾ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. തങ്ങളുടെ കുട്ടികൾക്ക് താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീ ആഹാരം വെച്ചു കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട്. കുട്ടികൾക്ക് ആഹാരം വെച്ചു കൊടുക്കുന്നതിന് അവര് വേണ്ട, പക്ഷേ കുട്ടികളുടെ കൈ കഴിയിക്കാനും ടോയ്ലറ്റിൽ കൊണ്ടുപോകാനും അവരുടെ മകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അതിന് കുഴപ്പമില്ലെന്ന് അവർ ചോദിക്കുമ്പോൾ നിങ്ങൾ ആ ജോലി ചെയ്യുന്ന പോലെയല്ല ആഹാരം വെച്ചു കൊടുക്കുന്ന ജോലി എന്ന് അവർ പറയുന്നു. ആ പ്രിൻസിപ്പാൾ രക്ഷകർത്താക്കളോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ബാക്കിയുള്ള ടീച്ചേഴ്സും മാനേജ്മെന്റും എല്ലാം തന്നെ അയാൾക്കും എതിരായിരുന്നു. അതോടെ അവരുടെ ജോലി പോയി, വരുമാനം കുറഞ്ഞു. അവർക്കാകട്ടെ എത്രയും പെട്ടെന്ന് കാശ് സേവ് ചെയ്ത് വീട് വെക്കണമായിരുന്നു. ഇതെല്ലാം കാരണം ചന്ദൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. വൈശാലി അവനോട് സംസാരിക്കുന്നു. നീ എന്തിനാ എത്ര ടെൻഷൻ അടിക്കുന്നതെന്ന് ചോദിക്കുന്നു. കാരണം ഈ വീട്ടിലെ എല്ലാ ടെൻഷനും ഞങ്ങളല്ലേ തലയിൽ പേർ നടക്കുന്നത്. നിന്നെ കോളേജിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. നീ ആകട്ടെ പഠിത്തം പോലും വേണ്ടാന്ന് വെച്ച് നിൽക്കുന്നു. എനിക്ക് കോളേജിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും ഒരവസരം പോലും എനിക്ക് കിട്ടിയില്ല. അവന്റെ ചേച്ചിയുടെ വാക്കുകളൊക്കെ കേട്ടപ്പോഴാണ് അവന് മനസ്സിലാകുന്നത് അച്ഛനും അമ്മയും ചേച്ചി എന്തോരം കഷ്ടപ്പെടുന്നുണ്ടെന്നും താൻ ഒരു ജോലിയും ചെയ്യാതെ ഇവർ അധ്വാനിച്ചുകൊണ്ടിരുന്ന കാശിന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അതുകൊണ്ട് അവൻ വീട്ടുകാരോട് പറയുന്നുണ്ട് പോലീസ് ജോലിയൊന്നും എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല, താൻ വേറെ ഏതെങ്കിലും ജോലിക്ക് പോവുകയാണെന്ന്. അവന്റെ അച്ഛൻ സൂറത്തിലൊരു ജോലിയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ ജോലി താൻ ചെയ്തു കൊള്ളാമെന്ന് അവൻ പറയുന്നു. വീട്ടുകാര് വേണ്ടാന്ന് നിർബന്ധിച്ചെങ്കിലും അവൻ അതൊന്നും കേട്ടില്ല. അങ്ങനെ അവൻ ജോലിക്ക് പോയി. ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു. എന്നാൽ പതിയെ പതിയെ അവൻ അതിനോട് അഡ്ജസ്റ്റ് ആയി. ഇവിടെ ട്രെയിനിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഷൊയ്ബാകട്ടെ മിശ്രയുടെ അടുത്തേക്ക് വരുന്നു. സെയിൽസ്മാൻ ജോബിലേക്ക് നിന്നെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് പേപ്പേഴ്സിന്റെ ആവശ്യമുണ്ടെന്നാണ് അയാൾ പറയുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. താൻ ഒരു മുസൽമാൻ ആയതുകൊണ്ടാണ് തന്നോട് അയാൾ ഇങ്ങനെ പെരുമാറുന്നതെന്ന് ഷോയിബിന് നന്നായിട്ട് അറിയാമായിരുന്നു. എന്നാൽ അവൻ അതൊന്നും കാര്യമാക്കി എടുത്തില്ല. എല്ലാത്തിനെയും അവൻ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം അവരുടെ മാനേജറിന്റെ വീട്ടിലൊരു പാർട്ടിയുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് നടക്കുന്നുണ്ട്. അവിടെ വലിയ സ്ക്രീനിൽ കാണാം. അതുകൊണ്ട് നീയും വരാൻ അയാൾ പറയുന്നു. ചന്ദന്റെ വീട്ടുകാര് ചന്ദൻ അയച്ചു കൊടുക്കുന്ന കാശും കൂടി ചേർത്ത് വെച്ചിട്ട് വീട് പണി ആരംഭിച്ചു. മിശ്ര പറഞ്ഞ പ്രകാരം ഷോയിബാകട്ടെ അന്ന് വൈകുന്നേരം മാനേജറിന്റെ പാർട്ടിയിൽ പങ്കെടുക്കുന്നു. മാച്ചിന്റെ എൻഡില് ഇന്ത്യ ജയിച്ചു. അവരെല്ലാവരും ഒരുപാട് ഹാപ്പി ആയിരുന്നു. അവന്റെ വീട്ടിൽ നിന്നും അവന്റെ ഉമ്മ ഹൽവയും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഷോയിബ് സന്തോഷത്തോടെ മാച്ച് ജയിച്ചതിൽ കൈയടിക്കുന്നുണ്ട്. എന്നാൽ അതിനിടയ്ക്ക് പാകിസ്ഥാനിലെ ലാഹോറിൽ ഉണ്ടാക്കുന്ന എന്തോ ഒരു സ്പെഷ്യൽ ഐറ്റം അവിടെ ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കൊള്ളാവോ എന്ന് ആരെങ്കിലും ഒന്ന് പറയാൻ മിശ്ര പറയുന്നു. അതിന് പറ്റിയ ആള് ഷോയിബ് തന്നെയാണെന്നും പറയുന്നു. തന്റെ മതം വെച്ചിട്ടാണ് അയാൾ തന്നോട് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ഷോയിബിന് മനസ്സിലായി. അവൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. മിശ്ര മനഃപൂർവ്വം അവനോട് ഇങ്ങനെയൊക്കെ പറയുകയാണെന്ന് ത്രിപാഠിക്ക് മനസ്സിലായി. ത്രിപാഠി അവനെ ആശ്വസിപ്പിക്കുന്നു. നീ ഒന്നും കാര്യമാക്കണ്ടെന്ന് പറയുന്നു. ഷോയിബ് അയാളുടെ സംസാരം കാരണം ഓൾറെഡി സങ്കടത്തിലായിരുന്നു. എന്നാൽ അയാൾ വീണ്ടും ബാക്കിയുള്ളവരോട് പറയുന്നുണ്ട് ഷോയിബ് ഇങ്ങനെ സങ്കടപ്പെടാൻ കാരണം അവന്റെ രാജ്യം തോറ്റുപോയത് കൊണ്ടാണെന്ന്. ഇന്ത്യയിലെ ജയിച്ചത് പാകിസ്ഥാൻ തോറ്റുപോയില്ലേ. ഒരു മുസ്ലിം ആയതിന്റെ പേരിൽ തന്റെ രാജ്യം പാകിസ്ഥാനാണെന്ന് പറയുന്നത് അവൻ ഇഷ്ടപ്പെട്ടില്ല. അവൻ കുറെ നേരം ദേഷ്യം കടിച്ചു പിടിച്ചു നിന്നു. എന്നിട്ട് പെട്ടെന്ന് എല്ലാവരോടും പറയുന്നുണ്ട് താൻ ഇവിടെ നിന്ന് പോവുകയാണെന്ന്. എന്നാൽ ത്രിപാഠി അവനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. അവരെല്ലാവരും ചുമ്മാ മദ്യപിച്ചിട്ട് കളിയാക്കാൻ വേണ്ടി പറയുന്നതാ, നീ അതൊന്നും കാര്യമാക്കണ്ടെന്ന്. എന്നാൽ അവനൊന്നും കേട്ടില്ല. തനിക്ക് ഈ ജോലി വേണ്ട, താൻ റിസൈൻ ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി. അവൻ വീട്ടുകാരോട് നടന്നതെല്ലാം പറയുന്നു. എല്ലാവരും ആകെ സങ്കടത്തിലായി. ഇനി അവന്റെ ഉപ്പയുടെ സർജറി എങ്ങനെ നടത്തുന്നായിരുന്നു എല്ലാവരുടെയും ചിന്ത. എന്നാൽ ആകെ സങ്കടത്തിലായ അവനാകട്ടെ നേരെ പോകുന്നത് ഇത്രയും ദിവസം അവൻ മിണ്ടാതിരുന്ന ചന്ദന്റെ അടുത്തേക്കാണ്. ചന്ദനോട് അവന്റെ വിഷമങ്ങളെല്ലാം പറയുന്നു. അവന്റെ കൂടെ ഷോയിബ് പിന്നീട് അവൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ജോലിക്ക് കയറി. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്ത് വീട്ടിലേക്ക് കാശൊക്കെ അയച്ചു കൊടുക്കാൻ തുടങ്ങി. ചന്ദന്റെ വീട് പണി പകുതിയോളം പൂർത്തിയായിട്ടുണ്ടായിരുന്നു. ഷോയിബിന്റെ ഉപ്പയുടെ സർജറിയും കഴിഞ്ഞു. ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അവൻ അതിന്റെ കാശ് അടച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ചന്ദനുമായിട്ട് പിണങ്ങിയിരുന്ന സുധയും അവന്റെ പിറന്നാൾ ദിവസം അവനെ കാണാനെത്തി. അന്ന് അവനോട് ആവശ്യമില്ലാതെ ദേഷ്യപ്പെട്ടതിൽ അവൾ സോറിയും പറയുന്നു. അങ്ങനെ അവർ
വീണ്ടും ഒന്നിച്ചു. ഷോയിബടയ്ക്ക് നാട്ടിലേക്ക് വരുമ്പോ ചന്ദന്റെ അമ്മയും ചന്ദനും അവനും വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട പിക്കിളൊക്കെ ഇട്ട് കൊടുത്തുവിടുന്നു. അതവൻ സുഹൃത്തിലേക്ക് കൊണ്ടുവന്നതും അവരുടെ കൂട്ടുകാരെല്ലാം കൂടി ചേർന്നിട്ട് അത് ഷെയർ ചെയ്തെടുക്കുന്നു. പക്ഷെ അതിനിടയ്ക്കാണ് കൊറോണ പടർന്നു പിടിക്കുന്നത്. പലയിടങ്ങളിലും കർഫ്യൂ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആഹാര സാധനങ്ങൾ വാങ്ങിക്കൂട്ടാൻ തുടങ്ങി. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞതും അവരുടെ കമ്പനി അടച്ചു. പിന്നീട് അങ്ങോട്ട് അവരുടെ കയ്യിൽ കാശില്ലാതായി. അവിടെ നിന്ന് വിതരണം ചെയ്യുന്ന ആഹാരം വെച്ചിട്ടായിരുന്നു അവർ ദിവസങ്ങൾ കഴിച്ചുകൂട്ടിക്കൊണ്ടിരുന്നത്. പതിയെ പതിയെ കയ്യിലുള്ള ആഹാരവും തീർന്നു. പുറത്തുപോയി വാങ്ങാനും പറ്റാത്ത അവസ്ഥയായി. അവരുടെ റൂമിലെ പല ആൾക്കാരും കിലോമീറ്ററുകളോളം നടന്നും അവസാനമായി പോകുന്ന ട്രെയിനിലും ഒക്കെ കയറി തങ്ങളുടെ നാട്ടിലേക്ക് പോകാൻ തുടങ്ങി. ഒടുവിൽ ചന്ദനും ഷോയിബും തീരുമാനിക്കുന്നു തങ്ങളും അവിടെ നിന്ന് പോകാമെന്ന്. അങ്ങനെ കുറച്ച് കൂട്ടുകാരുമായിട്ട് ചേർന്നിട്ട് രാത്രി ആരും കാണാതെ അവർ താമസ സ്ഥലത്ത് നിന്നും പുറത്തേക്കിറങ്ങി. എന്നാൽ രാത്രി ഡ്യൂട്ടിക്കുണ്ടായിരുന്ന പോലീസുകാരെ ഷോയിബിനെ പിടിച്ചു. പോലീസുകാര് അവനെ അടിക്കാൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ട് അവിടെ മാറി നിന്നിരുന്ന ചന്ദന് സഹിച്ചില്ല. അവന് ഓടി വന്ന് ഇവൻ തന്റെ കൂടെ ഉള്ളതാണെന്ന് പറയുന്നു. രണ്ടുപേരുടെയും പേര് ചോദിക്കുമ്പോൾ ചന്ദനും തന്റെ പേര് ഒരു മുസ്ലിം നെയിമാണ് പറയുന്നത്. അല്ലെങ്കിൽ ഷോയിബിനെ മാത്രം അവർ കൂടുതൽ അടിച്ചാലോ എന്ന് അവൻ പേടിച്ചു. പെർമിറ്റില്ലാതെ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവര് രണ്ടുപേരെ റൂമിലേക്ക് തിരിച്ചയച്ചു. ഒടുവിൽ ആൾക്കാരെ കാശ് കൊടുത്ത് ആരും അറിയാതെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ലോറി ഉണ്ടെന്ന് അവർ അറിഞ്ഞു. അങ്ങനെ ആ ലോറിയിൽ കുറെ ആൾക്കാർ കയറുന്നുണ്ട്. അതിൽ സ്ഥലമില്ലാതെ വന്നപ്പോ ചന്ദനും ഷോയിബും ആകട്ടെ കാശ് കൊടുത്തിട്ട് ലോറിയുടെ മുകളിലാണ് കയറിയിരിക്കുന്നത്. കുറെ ദൂരം മുന്നോട്ട് പോയി. അതിനിടയ്ക്ക് അകത്തുണ്ടായിരുന്ന ഒരു ലേഡി ചുമച്ചു എന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊറോണ ആയിരിക്കും എന്ന് വിചാരിച്ച് ആ ലേഡിയും ഹസ്ബൻഡിനെയും കുട്ടിയെല്ലാം തന്നെ പുറത്തിറക്കി നിർത്തിയിട്ട് ലോറി വിട്ടുപോയി. കിലോമീറ്ററുകൾ അവർ യാത്ര ചെയ്തു. മുകളിൽ കിടന്ന് തണുപ്പ് കൊണ്ട് ചന്ദന് ഫീവർ വന്നു. അവൻ വല്ലാതെ കിടങ്ങുന്ന കണ്ടിട്ട് അവനെ ഉള്ളിലേക്ക് കയറ്റിയിരുത്തുമോ എന്ന് ഡ്രൈവറോട് ഷോയിബ് ചോദിക്കുന്നുണ്ട്. ഉള്ളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇറങ്ങിപ്പോയത് കാരണം അതിൽ സ്ഥലമുണ്ടായിരുന്നു. അങ്ങനെ ഇവർ രണ്ടും അകത്തേക്ക് കയറിയിരുന്നു. പക്ഷെ അതിനിടയ്ക്ക് ചന്ദൻ ചുമക്കുന്ന കണ്ടിട്ട് ആൾക്കാർ പറയുന്നുണ്ട് അവന് കൊറോണയാണെന്ന്. അങ്ങനെ ചന്ദനെ ഷോയിബിനെ അവർ പുറത്തിറക്കി. ഇനിയും 400 കിലോമീറ്ററുകൾ കടന്നാലേ അവരവരുടെ ഗ്രാമത്തിലേക്ക് എത്തിച്ചേരുമായിരുന്നുള്ളൂ. ആ ഡ്രൈവറോട് അവൻ കെഞ്ചിയെങ്കിലും അയാൾ കേട്ടില്ല. വഴിയിൽ അവരെ ഇറക്കി വിട്ടിട്ട് ആ ഡ്രൈവർ വണ്ടിയുമായിട്ട് പോയി. ചന്ദനെയും താങ്ങിക്കൊണ്ട് ഷോയിബ് കുറെ ദൂരം നടന്നു. അവന് വല്ലാതെ ദാഹിക്കുന്നുണ്ടായിരുന്നു. ഒരു പൈപ്പിൽ നിന്ന് വെള്ളം പിടിക്കാൻ നോക്കിയിട്ട് അതിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. അവിടെയുള്ള ആൾക്കാരെല്ലാം തന്നെ അവരെ അവിടെ നിന്ന് ഓടിച്ചു വിടാൻ നോക്കി. നിങ്ങൾ എവിടുന്നാ വന്നേന്ന് ചോദിച്ചിട്ട്. പക്ഷെ വെള്ളത്തിന് വേണ്ടി അവർ കഷ്ടപ്പെടുന്ന കണ്ടിട്ട് ഒരു ലേഡി മാത്രം മുഖമെല്ലാം മറച്ചുകൊണ്ട് വന്ന് ചന്ദന വെള്ളം കൊടുത്തു. ആ ലേഡി തിരിച്ചു നടന്നു പോകുമ്പോൾ അവരുടെ കാലുകൾ വിണ്ടുകീറിയിരിക്കുന്നത് അവൻ കണ്ടിട്ടുണ്ടായിരുന്നു. തന്റെ അമ്മയുടെ കാല് പോലെ തന്നെയാണ് അവരുടെയും കാലെന്ന് അവന് മനസ്സിലായി. കുറെ ദൂരം നടന്ന് ചന്ദൻ ശരിക്കും അവശ നിലയിലായി. അവൻ താഴേക്ക് വീണു. ഷോയിബ് ഡോക്ടറെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അടുത്തെങ്ങും തന്നെ ഹോസ്പിറ്റലോ ഒന്നുമില്ല. അവന് ഹീറ്റ് സ്ട്രോക്ക് വന്നതായിരിക്കും. അവന് നല്ലപോലെ വെള്ളം കൊടുക്കണം. അവനെ ഉറങ്ങാൻ അനുവദിക്കരുതെന്ന് ഡോക്ടർ പറയുന്നു. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിൽ മാത്രമേ അവന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റൂ. അതുവരെ അവൻ ഉറങ്ങാൻ പാടില്ല. ഷോയിബ് ആകെ തകർന്നു പോയി. അവനാകട്ടെ ചന്ദനെയും തോളിലേറ്റ് നടക്കുകയാണ്. അവനെ ഉറക്കാതെ ഇടയ്ക്കിടയ്ക്ക് അവൻ വിളിച്ചുണർത്തുന്നുണ്ടായിരുന്നു. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ അവൻ ശരിക്കും മയക്കത്തിലായി. കണ്ണു തുറക്കാതെ കിടക്കുന്ന അവനെ വിളിച്ചുണർത്താൻ ഷോയിബ് മാക്സിമം ശ്രമിച്ചു. എന്നാൽ എത്രയൊക്കെ വിളിച്ചിട്ടും അവൻ ഉണർന്നില്ല. കുറെ നേരത്തിന് ശേഷം ആ വിജനമായ വഴിയിൽ കിടന്ന് ചന്ദൻ മരിച്ചു. ഷോയിബ് പോലീസിൽ വിവരം അറിയിക്കുകയും അവർ വന്ന് ആംബുലൻസ് അറേഞ്ച് ചെയ്യുകയും ചെയ്തു. ചന്ദന്റെ വീട്ടില് വിവരം വിളിച്ച് പറഞ്ഞതോടുകൂടി അവരെല്ലാവരും ആകെ തകർന്നുപോയി. ആംബുലൻസ് വെച്ചിട്ട് അവന്റെ ID കാർഡിൽ എടുത്തു വെക്കാൻ ഡ്രൈവർ പറഞ്ഞ പ്രകാരം ഷോയിബ് ചന്ദന്റെ ബാഗ് തുറന്ന് സാധനങ്ങൾ എടുക്കുകയായിരുന്നു. ഇടയ്ക്ക് ഇവർ സംസാരിക്കുമ്പോൾ ചന്ദൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊറോണയൊക്കെ കഴിഞ്ഞ് കോളേജൊക്കെ തുറന്നു കഴിയുമ്പോൾ താൻ കോളേജിൽ വീണ്ടും പഠിക്കാൻ പോകുമെന്ന്. അതിനു വേണ്ടിയിട്ട് അവൻ ഫോം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ അവൻ ജനറൽ കാറ്റഗറി മാറ്റിയിട്ട് അവന്റെ യഥാർത്ഥ കാറ്റഗറിയായ SC/ST ടിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ തന്റെ ഫോമിന്റെ കൂടെ ഷോയിബിന് വേണ്ടിയിട്ടും അവനൊരു ഫോം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. താനും ഗ്രാജുവേറ്റ് ആകണമെന്ന് ചന്ദൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നറിഞ്ഞതോടുകൂടി ഷോയിബ് ആകെ തകർന്നുപോയി. ചന്ദന്റെ മരണ വാർത്ത സുധയും ഞെട്ടിച്ചു. പിന്നീട് കാണിക്കുന്നത് അവന്റെ ബോഡിയുമായിട്ട് ഷോയിബ് വീട്ടിലേക്ക് വരുന്നതും അവന്റെ ശവസംസ്കാരം എല്ലാം തന്നെ അവരെല്ലാവരും ചേർന്ന് നടത്തുന്നതുമാണ്. ചന്ദൻ തന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അവന്റെ ബാഗിൽ ഒരു ചെരുപ്പ് വാങ്ങി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടതോടുകൂടി അവന്റെ അമ്മ ശരിക്കും തകർന്നുപോയി. അമ്മയുടെ വിണ്ടുകീറിയ കാല് കണ്ടിട്ട് അവൻ നേരത്തെ തന്നെ തീരുമാനിച്ചു വെച്ചിരുന്നതായിരുന്നു അമ്മയ്ക്ക് നല്ലൊരു ചെരുപ്പ് വാങ്ങണമെന്ന്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ചന്ദന്റെ വീട് പണിയെല്ലാം പൂർത്തിയായി അവരവിടെയൊക്കെ താമസം മാറിയിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് കുറച്ചു കാലമായിട്ട് കിട്ടാതിരുന്ന ചന്ദന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഒരു പോലീസുകാരൻ അവിടേക്ക് കൊണ്ടുകൊടുക്കുന്നു. ഇനി അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ഷോയിബ് ശരിക്കും സങ്കടത്തിലായി. പക്ഷേ ചന്ദൻ ആഗ്രഹിച്ച പോലെ ഷോയിബ് കോളേജിൽ പോയി പഠിക്കാൻ ആരംഭിച്ചു. അവർ ഒരുമിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ അവന്റെ ഓർമ്മകളിൽ അവൻ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നു. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.